നടൻ മോഹൻ രാജ് അന്തരിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറക്കാനാകാത്ത വില്ലൻ കഥാപാത്രം ആയിരുന്നു കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം. അതോടൊപ്പം തന്നെ സിനിമ സീരിയൽ നിർമ്മാണ രംഗത്തും ഒക്കെ സജീവമായി നിന്നിരുന്ന ആൾ കൂടിയാണ്. കിരീടം സിനിമയിലെ വില്ലൻ ആണ് മലയാളികൾക്ക് മോഹൻരാജ് എന്ന നടനെ സുപരിചിതൻ ആക്കിയത്. മറ്റു ചില സിനിമകളിൽ കൂടി അദ്ദേഹം അഭിനയിച്ചുവെങ്കിലും ഏറ്റവും എടുത്തു പറയേണ്ടത് കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രം തന്നെയാണ്. ചെപ്പുകിലുക്കട ചങ്ങാതി, രജപുത്രൻ, സ്റ്റാലിൻ, ശിവദാസ് എന്നിങ്ങനെയുള്ള ചിത്രങ്ങളിലും മോഹൻരാജ് അഭിനയിക്കുകയും ചെയ്തിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, ഒറ്റ കഥാപാത്രം കൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറെ പരിചിതനായി മാറുന്നു. മലയാളികൾ ഇഷ്ടപ്പെട്ട വില്ലൻ എന്നുകൂടി പറയാം. മോഹൻരാജിന്റെ അന്ത്യം എപ്പോഴായിരുന്നു? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഒരുപക്ഷെ വില്ലൻ കഥാപാത്രങ്ങൾക്ക് പ്രത്യേക ഒരു മാനം നൽകിയ വ്യക്തിയായിരുന്നു മോഹൻരാജ്. അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ അത് പ്രധാനമായും കിരീടം, ലോഹിതദാസിന്റെ തിരക്കഥയിൽ ജന്മം കൊണ്ട വില്ലൻ കഥാപാത്രം, അത് കിരീടത്തിലെ വില്ലൻ കഥാപാത്രം തന്നെയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ പ്രശസ്തനാക്കിയത്. കീരിക്കാടൻ ജോസ് എന്ന ഒരു പേരിൽ അദ്ദേഹം മലയാളികൾക്ക് മുന്നിലെത്തുമ്പോൾ അത് ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹത്തെയാണ് നമ്മൾ കണ്ടത്. കിരീടം ഒരുപക്ഷെ സേതുമാധവന്റെ ജീവിതം എന്ന് എടുത്തു പറയുമ്പോൾ അതിന് ഓപ്പോസിറ്റ് വരുന്ന വില്ലൻ കഥാപാത്രം, അത് കീരിക്കാടൻ ജോസ്, അത് നമുക്ക് അവിസ്മരണീയമാക്കി തന്നു. എല്ലാ കാലവും ഓർക്കുന്ന ഒരു വില്ലൻ കഥാപാത്രത്തെയാണ് അതിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. പിന്നീട് കീരിക്കാടൻ ജോസ് എന്ന് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ വിളിപ്പേര് പോലും. മലയാള സിനിമയിലും പ്രേക്ഷകർക്കിടയിലും ഒക്കെയും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മോഹൻരാജ് എന്നുള്ള പേരിനപ്പുറത്തേക്ക് കീരിക്കാടൻ ജോസ് എന്ന പേരിലേക്ക് വരുന്നു. പിന്നീട് ചെങ്കോലിലും മറ്റുമൊക്കെയും കിരീടത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ചെങ്കോൽ, അതുപോലുള്ള നിരവധി സിനിമകൾ, ആ കഥാപാത്രങ്ങളുടെ ഓർമ്മയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അദ്ദേഹം പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു. ആയുർവേദ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് ഒരു വർഷം മുൻപാണ് തിരുവനന്തപുരത്ത്. തീർച്ചയായും നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ വരും വാർത്തകളിൽ ഉൾപ്പെടുത്താം. എന്തായാലും വിനോദ് സൂചിപ്പിച്ചതുപോലെ മലയാള സിനിമയിൽ ചില കഥാപാത്രങ്ങളെങ്കിലും ആ വേഷം ചെയ്ത അഭിനേതാവിനേക്കാൾ കൂടുതലായി അറിയപ്പെടുകയും പിന്നീട് ആ കഥാപാത്രത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രമായിരുന്നു മോഹൻരാജ് അവതരിപ്പിച്ച കീരിക്കാടൻ ജോസ്. പിന്നീട് അദ്ദേഹം നിരവധി സിനിമകൾ ചെയ്തുവെങ്കിലും സ്ക്രീനിൽ ഇയാൾ എത്തുമ്പോഴെല്ലാം നമ്മൾ കീരിക്കാടൻ ജോസ് എന്നാണ് അഭിസംബോധന ചെയ്തത്. അങ്ങനെ ഒരു വലിയ കലാകാരനെ കൂടി മലയാള സിനിമയ്ക്ക് നഷ്ടമായിരിക്കുന്നു.